നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏഷ്യൻ രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എല്ലാ തരത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. നാനാത്വത്തിൽ ഏകത്വം എന്ന പ്രൗഢമായ സംസ്കാരത്തെ ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ആ ആർജവം ഇന്ത്യ എല്ലാ കാലത്തും മുറുകെ പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്തമായ ആശയങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കാം. എന്നാൽ രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാണ്. ഭീകരവാദികളിൽ നിന്ന് അച്ചാരം പറ്റിക്കൊണ്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന വഞ്ചകന്മാർ ഈ സമൂഹത്തിൽ വ്യാപരിക്കുന്നുണ്ടാകാം. എന്നാൽ രാജ്യത്തിന്റെ ആത്മാവിനെ തൊടാൻ അനുവദിക്കാത്ത ജനങ്ങളും ഭരണകൂടവും ഒറ്റക്കെട്ടായി നിന്ന് അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഭീകരവാദത്തിന്റെ നടുത്തുണ്ടും തന്നെ തിന്നും കുടിച്ചും ജീവിക്കുന്നവർക്ക് ഇന്ത്യയുടെ അഖണ്ഡതകളുടെ ആധാരശിലകളിൽ വിള്ളൽ വീഴ്ത്താൻ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിട്ടുള്ള അക്രമങ്ങളെയും കൃത്യമായി തന്നെ പ്രതിരോധിക്കുകയും അനിവാര്യമായ ഘട്ടങ്ങളിൽ എതിരാളികളെ അവരുടെ ഒളിയിടത്തിൽ കയറി തീർക്കുകയും ചെയ്തിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഓപ്പറേഷൻ സിന്ദൂറിൽ അത് ലോകം മുഴുവനും വ്യക്തമായി തന്നെ കണ്ടതാണ്. നമ്മുടെ മഹാരാജ്യത്തിനെതിരെ ഏത് കരുനീക്കങ്ങൾ ഉണ്ടായാലും അത് ഒരു മുഴം മുന്നേ മനസ്സിലാക്കാനും അതിനു വേണ്ട ചികിത്സകൾ നൽകാനും ഇന്ത്യക്ക് നന്നായിട്ട് അറിയാം. ആ കരുത്ത് തന്നെയാണ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നതും. ഇന്ത്യയുടെ അപ്രമാദിത്വം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കപ്പെട്ടത് കഴിഞ്ഞ ദിവസം ലഡാക്കിൽ പൊട്ടിപ്പുറപ്പെട്ട ജെൻസി കലാപത്തെ അടിച്ചമർത്തിയതോടെയായിരുന്നു. Demonstrators demanding statehood and tribal protections clash with police. The BJP office was set on fire. The Ladakh Hill Council. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലുമൊക്കെ നടന്നത് ജെൻസി കലാപമായിരുന്നെങ്കിലും അത്തരത്തിലൊന്ന് നേപ്പാളിൽ നടന്നപ്പോഴാണ് ജെൻസി കലാപത്തെ പലരും ജാഗ്രതയോടെ ശ്രദ്ധിക്കുന്നത്. എന്താണ് ജെൻസി കലാപം? ആരെയാണ് ഈ ജെൻസികൾ എന്ന് വിളിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തേടിയാൽ വ്യക്തമാകുന്നത് 1995-നും 2010-നും ഇടയ്ക്ക് ജനിച്ചവരെ ഇസഡ് ജനറേഷൻ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണെന്നും അവരാണ് ജെൻസികൾ എന്ന് അറിയപ്പെടുന്നതുമെന്നാണ് വ്യക്തമാകുന്നത്. ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും നേപ്പാളിലുമെല്ലാം സർക്കാരിനെ അട്ടിമറിക്കാൻ സമരം ചെയ്തവരെല്ലാം ഈ പ്രായത്തിലുള്ള വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളുമാണ്. 1980-നും 1994-നും ഇടയിൽ ജനിച്ചവർ അറിയപ്പെടുന്നതാട്ടെ ജനറേഷൻ വൈ അഥവാ മില്ലേനിയസ് ജനറേഷൻ എന്നാണ്. 2010-നും 2024-നും ഇടയിൽ ജനിച്ചവരാകട്ടെ ജെൻ ആൽഫ എന്നാണ് അറിയപ്പെടുന്നത്. 2025 ജനുവരി 1 മുതൽ ജെൻ ബീറ്റ അഥവാ ജനറേഷൻ ബീറ്റ എന്നും അറിയപ്പെടുന്നു. ചില അറബ് രാജ്യങ്ങളിലെ സ്വേച്ഛാധിപതികൾക്കെതിരെ 2010 കാലഘട്ടത്തിൽ അരങ്ങേറിയ അറബ് വിപ്ലവത്തിന്റെ ചുവട് പിടിച്ച് പ്രബലമായതായിരുന്നു ഇത്തരത്തിലുള്ള ജെൻസി പ്രക്ഷോഭങ്ങൾ. മിഡിൽ ഈസ്റ്റിനെ അസ്ഥിരമാക്കി യൂറോപ്പിലേക്ക് അഭയാർത്ഥി പ്രവാഹം സൃഷ്ടിക്കുന്നതിൽ അറബ് വസന്തം വഹിച്ച പങ്ക് ചെറുതൊന്നുമല്ല. ഇന്ത്യയുടെ അയൽരാജ്യമായ ശ്രീലങ്കയിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ സർക്കാർ വിരുദ്ധ ശക്തികൾ കളമൊരുക്കിയപ്പോൾ അതിനവർ മുൻപിൽ നിർത്തിയത് ജെൻസികളെയായിരുന്നു. ദാരിദ്ര്യവും പണപ്പെരുപ്പവും തൊഴിലില്ലായ്മയും അടക്കം ജനങ്ങളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വിഷയങ്ങളെയാണ് അവർ ഉയർത്തിപ്പിടിച്ചതെങ്കിലും ചില നിഗൂഢ ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാനായിട്ടാണ് കലാപം ഉണ്ടാക്കിയതെന്ന കാര്യം പകൽ പോലെ വ്യക്തമായിരുന്നു. അതിനുശേഷം ഇന്ത്യയുടെ മറ്റൊരു അയൽരാജ്യമായ ബംഗ്ലാദേശിൽ പാക് അഫ്ഗാൻ ശക്തികൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നടത്തിയ പ്രക്ഷോഭവും മറ്റൊരു ജെൻസി കലാപമായിരുന്നു. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ മക്കൾക്ക് തൊഴിൽ സംവരണം നൽകുന്നുവെന്ന ന്യായമെന്ന് തോന്നിക്കുന്ന കാരണമാണ് പ്രക്ഷോഭം തുടങ്ങിയ കാലത്ത് ജെൻസികൾ പറഞ്ഞതെങ്കിലും കലാപക്കെടുതിയിൽപ്പെട്ട് ഷെയ്ഖ് ഹസീന എന്ന ബംഗ്ലാദേശിനെ ജനാധിപത്യ രീതിയിലേക്ക് കൊണ്ടുവരാൻ യത്നിച്ച പ്രധാനമന്ത്രിയെ അട്ടിമറിക്കുകയും രാജ്യത്തിന്റെ സുരക്ഷയെ കരുതി അവർ തുറങ്കിലടച്ച ഭീകരവാദികളെ പടലയോടെ പുറത്തിറക്കി ബംഗ്ലാദേശിലെ ക്രൈസ്തവർക്കും ഹൈന്ദവർക്കുമെതിരെ അതിശക്തമായ കലാപം നടത്തുകയും ചെയ്തതോടെയാണ് ബംഗ്ലാദേശിലെ കലാപത്തിന്റെ ഉന്നം പലർക്കും ബോധ്യമായത്. സമൂഹ മാധ്യമ ആപ്പുകളെ നിയന്ത്രിക്കാൻ നേപ്പാൾ സർക്കാർ കൊണ്ടുവന്ന നിയമങ്ങൾക്കെതിരെയായിരുന്നു നേപ്പാളിൽ പൊട്ടിപ്പുറപ്പെട്ട ജെൻസി കലാപം.
കലാപം മൂർച്ഛിക്കുകയും ഒലി സർക്കാരിനെ അട്ടിമറിക്കുകയും നിഗൂഢ താല്പര്യങ്ങൾ അവതരിപ്പിച്ചവരുടെ ആജ്ഞ അനുസരിച്ച് സുശീല കാർക്കി അധികാരത്തിലെത്തുകയും ചെയ്തു. നേപ്പാളിൽ കലാപം ഉണ്ടായപ്പോൾ തന്നെ ഇന്ത്യക്ക് വിശ്വസ്തമായി ചില ഉറവിടങ്ങളിൽ നിന്നും കിട്ടിയ മുന്നറിയിപ്പ് അടുത്ത ജൻസി പ്രക്ഷോഭം ഇന്ത്യക്കെതിരെയായിരുന്നു എന്നതാണ്. ഇന്ത്യ അത് പ്രതീക്ഷിച്ചിരുന്നു എന്ന് മാത്രമല്ല, അത്തരം ഒരു വിമത നീക്കം ആദ്യം പൊട്ടിപ്പുറപ്പെടാൻ ഇടയുള്ളത് കാശ്മീരിൽ നിന്നായിരിക്കുമെന്ന് ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഇന്ത്യയിലെ പ്രജകൾക്ക് തീരെ ആവശ്യമില്ലാത്ത ഒരു പ്രത്യേക പദവി കൈയാളിക്കൊണ്ട് തീവ്രവാദത്തിന് കുഴലൂത്ത് നടത്തുകയും പണ്ഡിറ്റുകൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ തല്ലി ഓടിക്കുന്നതിനെ മറയാക്കി പിടിക്കുകയും ചെയ്ത ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞ് കാശ്മീരിലെ സകല മനുഷ്യരെയും ഒരേ നിലവാരത്തിലേക്ക് എത്തിച്ച ജനാധിപത്യ ഭരണത്തിലേക്ക് എത്തിക്കുകയും ചെയ്തതിനാൽ പല നിഗൂഢ ശക്തികളുടെയും കച്ചവടം ഊട്ടിപ്പോയിട്ടുണ്ട്. അടക്കിപ്പിടിച്ച ധാർമ്മിക രോക്ഷം അവർ പുറത്തെടുക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമായി ഗ്രഹിച്ചിരുന്നു. അത്തരമൊരു കലാപം ഇസ്ലാമിക ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുമെന്നാണ് കണക്ക് കൂട്ടിയതെങ്കിലും ഉണ്ടായത് ബുദ്ധിസ്റ്റുകൾ തിങ്ങിപ്പാർക്കുന്ന ലേയിൽ നിന്നുമായിരുന്നു. അതിന് നേതൃത്വം കൊടുത്തതാകട്ടെ സോനം ബാംതുങ് എന്ന പൊതുപ്രവർത്തകനും. ലേയിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രക്ഷോഭങ്ങൾക്ക് ചില അട്ടിമറി മാനങ്ങൾ നൽകിക്കൊണ്ട് സുരക്ഷാ സേനയ്ക്കെതിരായി പ്രക്ഷോഭം ശക്തമാക്കുകയും കരുതിക്കൂട്ടിയിരുന്നത് പോലെ പ്രതികരിച്ച കേന്ദ്ര സർക്കാർ സേനയെ ഇറക്കി കണ്ണിൽ ചോരയില്ലാത്ത പരുവത്തിൽ കലാപത്തെ അടിച്ചമർത്തുകയുമായിരുന്നു. എന്നാൽ അതിനിടയിൽ തന്നെ 4 പേർ മരിക്കുകയും 70ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ലഡാക്കിലിട്ട തീപ്പൊരി ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും പോലെ ആളിക്കത്തിച്ച് അടുത്ത സംസ്ഥാനങ്ങളിലേക്കും അവിടെ നിന്നും അടുത്ത സംസ്ഥാനങ്ങളിലേക്കും അങ്ങനെ രാജ്യം മുഴുവനും കലാപം പടർത്തി കേന്ദ്ര സർക്കാരിനെ അട്ടിമറിച്ച് രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാമെന്നായിരുന്നു നിഗൂഢ ശക്തികൾ ധരിച്ചു വെച്ചത്. പക്ഷേ ഇത് ഇന്ത്യയാണ്, ഇവിടെ കളിക്കാൻ ഇറങ്ങുമ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് വേണമെന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു ചിലരുടെ താല്പര്യങ്ങളെ കടക്കിലെ വെട്ടി അതിശക്തമായ നടപടികളിലൂടെ അതിനെ അടിച്ചമർത്തി മൂലക്കിരുത്തിയത്. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ് ആ സംസ്ഥാനത്തെ 2 ഭാഗങ്ങളായി തിരിച്ച് ജമ്മു കാശ്മീർ എന്ന ഭാഗത്തെ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തി ഭരിക്കുകയും മറ്റൊരു ഭാഗമായ ലഡാക്കിനെ കേന്ദ്രഭരണ പ്രവിശ്യയാക്കി മാറ്റുകയും ചെയ്തു. സംസ്ഥാന പദവിയും ഭരണഘടനയുടെ 6ാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രത്യേക പദവിയും വേണമെന്നുള്ളത് ലഡാക്കിലെ ജനങ്ങളുടെ താല്പര്യമാണ്. അതിനായി അവർ പ്രക്ഷോഭം ഉയർത്തിയിരുന്നു. ആ പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ നിന്നയാളാണ് മാക്സസെ അവാർഡ് ജേതാവായ ബാംചുങ്. ലഡാക്കിന് സംസ്ഥാന പദവി കൊടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്നും അതിനായി ചർച്ചകൾ നടത്താമെന്നും കേന്ദ്ര സർക്കാർ സമ്മതിച്ചിരുന്നെങ്കിലും 6ാം ഷെഡ്യൂൾ അനുസരിച്ചുള്ള പ്രത്യേക പദവി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ ശക്തമായി തന്നെ പ്രസ്താവിച്ചിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് വേണ്ടി നിശ്ചയിച്ചിരുന്ന ദിവസത്തിന് മുൻപ് കലാപം മാത്രം ലാക്കാക്കി ആരുടെയോ താല്പര്യപ്രകാരം സോനം ബാങ്ചുക് നിരാഹാര സമരം തുടങ്ങുകയായിരുന്നു. കൂടാതെ അപ്പർലെ ഡിവിഷനിലെ കൗൺസിലറായിരുന്ന സ്റ്റാൻസിൻ സേബാഗ് എന്ന കോൺഗ്രസുകാരന്റെ നേതൃത്വത്തിൽ സി ജനറേഷനുകൾ പയറ്റിങ്ങിന് ഇറങ്ങുകയായിരുന്നു. നിമിഷങ്ങൾ മാത്രമേ വേണ്ടി വന്നുള്ളൂ നിരാഹാര സത്യാഗ്രഹം അക്രമാസക്തമാകാൻ. പിള്ളകളിയാണെന്ന് കരുതി കയ്യും കെട്ടി നിന്നാൽ പണി കിട്ടുമെന്ന് ഉറപ്പുള്ള സർക്കാർ ലവലേശം ദാക്ഷിണ്യമില്ലാതെ അതിനെ അടിച്ചൊതുക്കുകയായിരുന്നു. ബംഗ്ലാദേശിലും നേപ്പാളിലുമൊക്കെ അണ്ടർഗ്രൗണ്ട് കളികൾ വിജയകരമായി നടപ്പിലാക്കിയവർ കളത്തിലിറങ്ങിയെങ്കിലും അവർക്ക് വട്ടത്തിൽ കളി അവസാനിപ്പിക്കേണ്ടി വന്നു. പണി പാളിയെന്ന് മനസ്സിലായ സോനം ബാങ്ചുക് നിരാഹാരം അവസാനിപ്പിക്കുകയും സമരം പിരിച്ചുപിടിക്കുകയും ചെയ്തെങ്കിലും വഴങ്ങാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല. അയാളുടെ FCIR റദ്ദാക്കുകയും അയാളുടെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. പുറത്തു വന്ന വിവരങ്ങൾ ആരെയും ഞെട്ടിക്കുന്നതായിരുന്നു. ഈ വർഷം തന്നെ അയാൾ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും സന്ദർശനം നടത്തിയെന്നായിരുന്നു വിവരം. ലഡാക്ക് പ്രക്ഷോഭത്തിന്റെ ദൃശ്യങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് ആരോ അയച്ചു കൊടുത്തെന്നും അവരുടെ ഒത്താശയോടെയായിരുന്നു ഈ കലാപ നീക്കമെന്നുമുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. ഒട്ടും വൈകാതെ തന്നെ സോനം ബാങ്ചുക്കിനെ ദേശദ്രോഹ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്ത് രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിലടയ്ക്കുകയും ചെയ്തു. ദേശീയ സുരക്ഷാ നിയമമാണ് അദ്ദേഹത്തെ അഴിക്കുള്ളിലാക്കിയത്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കീഴടക്കിയ നിഗൂഢ ശക്തികൾ ഇന്ത്യയെയും വേഗത്തിൽ കീഴ്പ്പെടുത്താമെന്ന് ധരിച്ചു. പക്ഷേ കൊടിയും കളഞ്ഞിട്ട് എല്ലാ സമരക്കാരും ഓടി പുരക്കകത്ത് കയറി.
ഇനിയും ആരെങ്കിലും ശബ്ദിച്ചാൽ അവർ പുറംപെട്ടം കാണാത്ത അവസ്ഥയിൽ അകത്തായി പോകുമെന്ന് ഉറപ്പാണ്. എന്തായാലും ഇന്ത്യയിൽ ആദ്യത്തെ ജെൻസി കളി പാളി. എന്നാൽ കാര്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇന്ത്യ എങ്ങനെയെങ്കിലും കത്തിക്കണമെന്ന് ഉറച്ചിരിക്കുകയാണ് ഛിദ്രശക്തികൾ. യു പിയിൽ ചിലർ സൃഷ്ടിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ കലാപ സമാനമായ സാഹചര്യങ്ങൾ യാദർശികമല്ല. രാജ്യത്ത് പെട്ടെന്നൊരു വർഗീയ ചേരിതിരിവും സംഘർഷങ്ങളും പോർവിളികളും ഒക്കെ ഉണ്ടാകാനുള്ള എളുപ്പവഴി ജാതീയവും മതപരവുമായ കാർഡിറക്കി കളിക്കുക എന്നുള്ളതാണ്. അതിന് മറ്റു മതസ്ഥരുടെ വിശ്വാസങ്ങളെ ആക്ഷേപിക്കണമെന്ന് നിർബന്ധമില്ല. സ്വന്തം മതത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങൾ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്ക് അലോസരം ഉണ്ടാക്കുന്ന തരത്തിൽ അവതരിപ്പിച്ചാലും മതിയാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ ദുർഗാപൂജയും അതിന്റെ ഭാഗമായുള്ള ആഘോഷ യാത്രകളും അടുത്തു വരുന്ന സമയത്ത് ഐ ലവ് മുഹമ്മദ് എന്നെഴുതിയ ബോർഡുകൾ യു പിയിൽ ഉടനീളം സ്ഥാപിച്ചുകൊണ്ടാണ് ചിലർ സമൂഹത്തിൽ ആസൂത്രിതമായ അസ്വസ്ഥതകൾ അഴിച്ചുവിട്ടത്. ഇത്തരം നീക്കങ്ങൾ ഗൗരവമായ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതും അതിൽ പാളിച്ചകൾ ഉണ്ടായാൽ കടുത്ത കലാപം ഉളവാക്കാൻ സാധ്യതയുള്ളതും കൊണ്ടും ഗൗരവത്തോടെയാണ് യു പി സർക്കാർ അത് കൈകാര്യം ചെയ്തത്. എന്നാൽ അറസ്റ്റ് ഉണ്ടായതിന് പിന്നാലെ ബറേലിയിലെ തൗക്കീർ റാസ ഖാൻ എന്ന മൗലവിയുടെ ആഹ്വാന പ്രകാരം ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിനെ പിന്തുണച്ച് വെള്ളിയാഴ്ചകളിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം നിരവധി പ്രക്ഷോഭകർ ഒത്തുകൂടി കടുത്ത പ്രതിഷേധമാണ് അഴിച്ചുവിട്ടത്. നാട്ടുകാരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുകയും സർക്കാരിന് സുരക്ഷാ സേനയുടെ സഹായം തേടേണ്ടതായി വരികയും ചെയ്തു. ഇന്ത്യയിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ട് സമൂഹത്തിന് അസ്വസ്ഥത ജനിപ്പിക്കുന്ന വിധത്തിൽ മതകലുഷിതമായ ചില നീക്കങ്ങൾ ഇതിന് പിന്നിൽ ആസൂത്രിതമായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ബറേലിയും ഒരു മുന്നറിയിപ്പാണ്. രാജ്യം കരുതലോടെ ഇരിക്കണമെന്നതിന്റെ മുന്നറിയിപ്പ്. കാരണം എവിടെയൊക്കെയോ ഇരുന്ന് രാജ്യത്ത് കലാപത്തിന് ആരൊക്കെയോ കോപ്പ് കൂട്ടുന്നുണ്ട്. ഇതിനെല്ലാം ശേഷമാണ് ഇപ്പോൾ പാർലമെന്റിലെ ഇരു സഭകളും പാസാക്കുകയും നിരവധി വിശകലനങ്ങൾക്ക് ശേഷം സുപ്രീം കോടതി തടയാത്തതുമായ ആ ബില്ലിനെതിരെ അങ്ങേയറ്റം ബാലിശികമായ പ്രതിഷേധമുയർത്തിക്കൊണ്ട് ഒക്ടോബർ 3 ഭാരത് ബന്ദിന് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ആഹ്വാനം ചെയ്തത്. കൃത്യമായ ഇടങ്ങളിൽ നിന്നും കൃത്യമായ മുന്നറിയിപ്പുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ദ് മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചെങ്കിലും ഭാരതത്തിലെ ഭൂരിഭാഗം ജനതയും ഇരു കൈയും നീട്ടി സ്വീകരിച്ചതും എതിരഭിപ്രായമുള്ളവർ സുപ്രീം കോടതിയിൽ അവർ ചിന്തിക്കുന്ന നീതി ലഭിക്കുവാൻ വ്യവഹാരം നടത്തണമെന്നതുമായ ഈ വിഷയത്തിൽ എന്തിനാണ് ഇപ്പോൾ ഒരു ബന്ദ്? സുപ്രീം കോടതി തികഞ്ഞ അവധാനതയോടുകൂടി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിൽ വിധിക്കായി കാത്തിരിക്കാതെ ഒരു ബന്ദ് നടത്തി ഭാരതത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുക എന്നത് ആരുടെ അജണ്ടയാണ്? ജൻസികൾ ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളിൽ അഴിഞ്ഞാടുകയും ഭരണം അട്ടിമറിച്ചിടുകയും ഇങ്ങ് ഭാരതത്തിലും ലഡാക്കിലും ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിൻ നടത്തി യു പിയിലും സമാനമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഈ സമയത്ത് എങ്ങനെ ഒരു ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അതീവ ജാഗ്രതയോടെ മാത്രമേ കാണാൻ സാധിക്കൂ? കാരണം വഖഫ് എന്ന വിഷയത്തിലൂടെ ഭാരതത്തിലെ മുസ്ലിം സമൂഹത്തെ ഇളക്കി വിടാനുള്ള തന്ത്രമാണ് പിന്നിലുള്ളതെന്ന് പലരും സംശയിക്കുന്നു. തങ്ങളുടെ ഭൂരിപക്ഷ മേഖലകളിൽ ശക്തി കാണിച്ച് ഭയപ്പെടുത്തുക എന്ന തന്ത്രം ഒരുപക്ഷെ ഇതിന് പിന്നിലുണ്ടാകാം. കത്തിയാൽ കെടുത്താൻ കഴിയാത്ത സംഘർഷങ്ങളിലേക്ക് രാജ്യത്തെ കടത്തിവിടുവാൻ ഇത്തരം ബന്ധുക്കൾക്ക് കാരണമായേക്കാം. ഹൈന്ദവ ആഘോഷ ദിനങ്ങൾ തന്നെ ബന്ദിനെ തിരഞ്ഞെടുത്തവർ ശക്തമായ മുന്നറിയിപ്പുകൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബന്ദ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചെങ്കിലും അവരുടെ ഉദ്ദേശശുദ്ധി സംശയത്തിന്റെ നിഴലിൽ തന്നെയാണ്. വഖഫ് ഇടപാടുകളുടെ നീണ്ട 102 വർഷങ്ങളിലെ ചരിത്രത്തെ അവധാനതയോടെ പരിശോധിച്ചിട്ടാണ് കോടതി ഇക്കാര്യത്തിൽ ഇടക്കാല തീരുമാനമെടുത്തിരിക്കുന്നത്. പുതിയ വഖഫ് നിയന്ത്രണത്തിനെതിരെ നിലനിൽക്കുന്ന ഒരു ആക്ഷേപവും കോടതി കണ്ടെത്തിയിട്ടില്ല. ഇനിയും വാദങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ സുപ്രീം കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുകയുള്ളൂ. അതിനു മുൻപേ നടന്ന ഈ ഭാരത് ബന്ദിന്റെ ഉദ്ദേശശുദ്ധി അത്ര വിശുദ്ധമാണെന്ന് കരുതാൻ വയ്യ. ബന്ദ് വിജയിപ്പിക്കാൻ ആൾക്കൂട്ടം റോഡിലിറങ്ങിയാൽ അത് വേഗത്തിൽ വലിയ കലാപത്തിലേക്ക് നയിക്കാനുള്ള വഴിമരുന്നുകൾ രാജ്യത്ത് ചിലർ കരുതി വെച്ചിട്ടുണ്ട്. തീ കത്തിപ്പടർന്ന് കതിനുകൾ പൊട്ടാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണിത്. അത് ലഡാക്കിലായാലും യു പിയിലായാലും ഇനി രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലായാലും ഇങ്ങ് കേരളത്തിലായാലും ജാഗ്രത തുടരുക. രാജ്യത്തിനെതിരെയുള്ള തിന്മയുടെ നിഗൂഢ ശക്തികളുടെ അഴിഞ്ഞാട്ടങ്ങൾക്ക് അറുതി വരുന്നതുവരേക്കും.